ഗൃഹഭരണം അതൊരു വലിയ കലയാണ്, മഹത്വമുള്ളൊരു കലയാണ്. ആ കലയെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അതിൻ്റെ പേരിൽ ആ കല ഏറ്റെടുക്കുകയും ചെയ്താൽ ഗൃഹഭരണം വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന്, ഗൃഹഭരണത്തിൽ സങ്കീർണമാണെന്ന് പലരും ചിന്തിക്കാറുള്ള ഒന്നാണ് വൃത്തിയാക്കുക. പാത്രങ്ങൾ വൃത്തിയാക്കുന്നു, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ വൃത്തിയാക്കുക. ഇതേറെ പ്രയാസമാണെന്ന് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രയാസമാകുന്നത്? പലപ്പോഴും നാം അത് ചെയ്യുന്ന സമയക്രമമാണ് പ്രശ്നം. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പാത്രങ്ങൾ കഴുകി വെച്ച് ശീലിച്ചാൽ വളരെ ചെറിയ സമയം കൊണ്ട് അത് വൃത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ ഒരു പ്ലേറ്റ് കഴുകുകയാണെങ്കിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മൾ ബേസിനിലേക്ക് ഇട്ടു ഒരു 2-3 മണിക്കൂറിന് ശേഷമാണത് കഴുകുന്നതെങ്കിൽ നേരത്തെ 3 സെക്കൻഡ് കൊണ്ട് കഴുകുന്ന പാത്രം 3 മിനിറ്റിലേറെ എടുത്ത് കഴുകേണ്ടി വന്നേക്കാം. അപ്പൊ അത് വലിയൊരു സമയനഷ്ടം, അധ്വാന നഷ്ടം വരുന്നു. അതുപോലെ ശുദ്ധീകരിക്കുന്ന സമയം, വീട് ശുദ്ധീകരിക്കാൻ വേണ്ടി അടിച്ചു വാരുകയാണ്. ഈ വീട് അടിച്ചു വാരുന്ന സമയത്ത് വീടിന്റെ എല്ലാ ഭാഗങ്ങളും അടിച്ചു വാരാൻ ചില വീടുകളിൽ പറ്റിക്കൊള്ളണമെന്നില്ല. വലിയ വിശാലമായ വീടാണ്, എല്ലാ സ്ഥലങ്ങളും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഒരു ദിവസം ഒരു ഭാഗം, ഒരു ദിവസം മറ്റൊരു ഭാഗം. അങ്ങനെയാകുമ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കാത്ത ഭാഗങ്ങളെ നമുക്ക് താൽക്കാലികമായി ഒന്നിടവിട്ടുള്ള ദിവസങ്ങളോ അല്ലാത്ത രീതിയിലോ നമുക്ക് സമയക്രമീകരണം നടത്തിയാൽ പണി എളുപ്പമാണ്, വീട് ശുചിയായിരിക്കും. അതുപോലെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു സമയം നടത്തേണ്ട വൃത്തിയാക്കൽ, ഉദാഹരണത്തിന് ചിലന്തി വല വൃത്തിയാക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന ശീലമുണ്ടായാൽ ചെറിയ ഒരു സമയം കൊണ്ട് നമുക്കത് വൃത്തിയാക്കാൻ കഴിയും. അങ്ങനെ തുടങ്ങി സമയക്രമീകരണങ്ങൾ മാറ്റിയാൽ വലിയ വ്യത്യാസം ഉണ്ടാകും. അതിലെല്ലാറ്റിലും ഉപരി ശ്രദ്ധിക്കേണ്ടത് നാം ഇഷ്ടപ്പെട്ട് മാത്രം ജോലികൾ ചെയ്യുക. ചെയ്യുന്ന എല്ലാ ജോലികളും നാം നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുക. ആ ജോലി ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്ന് സ്വയം തീരുമാനിക്കുക. എൻ്റെ വീട് എൻ്റെതാണ്. ആ വീട് വൃത്തിയാക്കുന്നത് എനിക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, എനിക്ക് മാനസികോന്മേഷത്തിന് നല്ലതാണ്. അതെൻ്റെ അധികാരത്തിന്റെ സൂചന കൂടിയാണ്, എൻ്റെ അംഗീകാരത്തിന്റെ സൂചനയാണ്. എൻ്റെ വീട്ടിലെ ഏറ്റവും പ്രധാന വ്യക്തി ഞാനാണെന്നതിൻ്റെ സൂചനയാണ് എൻ്റെ വീട് വൃത്തിയാക്കുന്നത് ഞാനാണെന്നത്. ആ ഇഷ്ടത്തോടുകൂടെ ജോലി ചെയ്തു നോക്കൂ, വളരെ എളുപ്പം ജോലികൾ തീരുന്നത് കാണാം. ഏതുപോലെ ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയാണ് ആ കുട്ടി അധ്വാനിക്കുന്നത്? വളരെ മെനക്കെട്ട് ആ ജോലി ചെയ്യുന്നു. പക്ഷേ വല്ലപ്പോഴും ആ കുട്ടി അതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നതോ ക്ഷീണിക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിയർത്ത് കുളിക്കുന്നത് കണ്ടിട്ടുണ്ടാകാം, പക്ഷെ ക്ഷീണിക്കുന്നത് കാണില്ല. ആ ഉന്മേഷത്തോടെ ശരീരം തളർന്നാലും മനസ്സ് പൂർവോപരി ഉന്മേഷത്തോടെ ഇരിക്കുന്നത് കാണാം. ഇതുപോലെ നമുക്കുമാകാം. വീട്ടുജോലി ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണിക്കുന്നതിന് പകരം കൂടുതൽ ഉന്മേഷവും കൂടുതൽ ഊർജവും സംഭരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും.